എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന ട്രേസർ ആൻഡ് സോയിൽ സർവേ എക്സാമിനേഷൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 2 ആണ്. എൻ്റെ പാർട്ട് 1ൻ്റെ വീഡിയോ കാണാത്തവർ അത് കാണുക. ഇത് പാർട്ട് 2 ആണ്. 51th ക്വസ്റ്റ്യൻ, ദ ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് മേ ബി ടേക്കൺ ആസ്. ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് മേ ബി ടേക്കൺ ആസ് 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 2440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1440 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. 52nd ക്വസ്റ്റ്യൻ, ആസ് പെർ IS 456 ദ മിനിമം ഡെപ്ത് റിക്വയർഡ് ടു സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ആർ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ മിനിമം ഡെപ്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്പാൻ ബൈ 10, സ്പാൻ ബൈ 20, സ്പാൻ ബൈ 30, സ്പാൻ ബൈ 40. 52nd ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്പാൻ ബൈ 20 ആണ്. മിനിമം ഡെപ്ത് റിക്വയർഡ് ടു എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് സ്പാൻ ബൈ 20 ആണ്. 53rd ക്വസ്റ്റ്യൻ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഡീറ്റെയിൽഡ് ഡിസൈൻ ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫോർ കോൺക്രീറ്റ് മേ ബി ടേക്കൺ അപ്രോക്സിമേറ്റ്ലി ഫോർ കോളം ഈസ്. ഡീറ്റെയിൽഡ് ഡിസൈൻ്റെ ആബ്സെൻസിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫോർ കോൺക്രീറ്റ് അപ്രോക്സിമേറ്റ്ലി ഫോർ കോളത്തിൻ്റെ കേസിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 0.5 to 0.72%, 1 to 2%, 0.5 to 0.8%, 1 to 5%. 53യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 to 5% ആണ് എടുക്കുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ പെർസെൻറ്റേജ് സ്റ്റീൽ എടുക്കുന്നത് 1 to 5% ആണ്. 54th ക്വസ്റ്റ്യൻ, സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഈസ് ഈക്വൽ ടു. Strength of weld is equal to permissible stress into throat area, permissible stress into throat thickness, permissible stress into length of weld, throat thickness into length of weld. 54th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്ട്രെങ്ത് ഓഫ് വെൽഡ് എന്ന് പറയുന്നത് പെർമിസിബിൾ സ്ട്രെസ് ഇൻറ്റു ത്രോട്ട് ഏരിയ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ ആണ്. സോ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് ഇൻറ്റു ത്രോട്ട് ഏരിയ. ഓക്കെ. 55th ക്വസ്റ്റ്യൻ, the width of carriageway is 10 meter and the rise of camber is 1 meter. Then what is the rate of the camber? 1 in 10, 1 in 5, 10 in 1, 5 in 1. 55 question answer option B ആണ്. 1 in 5 ആണ് ആൻസർ. width of carriageway is 10 meter, rise of camber എന്ന് പറയുന്നത് 1 meter ആണ്. So what is the rate of camber? width of carriage എന്ന് പറയുന്നത് മൊത്തത്തിൽ 10 meter ആണ്. സോ അതിൻ്റെ ഹാഫ് 5 meter ആണ്. റൈസ് എന്ന് പറയുന്നത് 1 meter. സോ വാട്ട് ഈസ് ദ റേറ്റ് എത്രയായിരിക്കും? 1 in 5 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സദേൺ സെൻട്രൽ റെയിൽവേ. സദേൺ സെൻട്രൽ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നാണ് ക്വസ്റ്റ്യൻ. ചെന്നൈ, സെക്കന്ദരാബാദ്, മുംബൈ, കൽക്കട്ട. 56 ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കന്ദരാബാദ് ആണ് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടർ. സെക്കന്ദരാബാദ്. ആഫ്റ്റർ 57, after the outer signal towards the station in a stop signal and exactly placed at the station limit is called. Outer signal, starter signal, advanced starter signal, home signal. 57th question answer option D ആണ്. home signal ആണ്. After outer signal towards the station in a stop signal and exactly placed at the station limit. Okay. After outer signal ശേഷം കൊടുക്കുന്നത് home signal ആണ്. 58th question, a line was shown to a magnetic bearing of 35 degree 15 minute in an old map when the declination was 13 degree 45 minutes. To what bearing should it to be set now if the present magnetic declination is 4 degree 15 minute east west? Okay. Option A 49 degree, option B 39 degree 30 minute, option C 43 degree 15 minute, option D 18 degree. 58 question answer option C ആണ്. 43 degree 15 minute ആണ്. ഓക്കെ. നമുക്ക് മാഗ്നറ്റിക് ബെയറിങ്ങും ഡിക്ലിനേഷനും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ട്രൂ ബെയറിംഗ് കണ്ടുപിടിക്കാം. ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. സോ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 35 degree 15 minute ഈസ്റ്റ് ആയതുകൊണ്ട് പ്ലസ് വരും, പ്ലസ് 13 degree 45 minute. അപ്പോൾ നമുക്ക് ഒരു ട്രൂ ബെയറിംഗ് വാല്യൂ കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് ബെയറിംഗ് പ്രസൻറ്റ് ഡിക്ലിനേഷൻ 4 degree 15 minute ആണെങ്കിൽ മാഗ്നറ്റിക് ബെയറിംഗ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സെയിം ഇക്വേഷൻ തന്നെ. ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അല്ലേ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ബെയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ട്രൂ ബെയറിംഗ് മൈനസ് അല്ലെങ്കിൽ പ്ലസ്, അതായത് ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ്. സോ ട്രൂ ബെയറിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാഗ്നറ്റിക് ബെയറിംഗ് വെസ്റ്റ് ആയതുകൊണ്ട് -4 degree 15 minute ആയിരിക്കും. സോ അതിൽ നിന്ന് മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത് ട്രൂ ബെയറിംഗ് പ്ലസ് 4 degree 15 minute ആയിരിക്കും. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 58th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി കിട്ടും. 43 degree 15 minute എന്ന ആൻസർ കിട്ടും. ഓക്കെ.
59th question, combined correction of a leveling. ലെവലിങ്ങിൻ്റെ കമ്പൈൻഡ് കറക്ഷൻ്റെ വാല്യൂ എന്താണ്? -0.0673 d square meter, -0.0785 d square meter, 0.0673 d square meter, 0.0112 d square meter. കമ്പൈൻഡ് കറക്ഷൻ ഓഫ് ലെവലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, -0.0673 d square meter ആണ്. ഓക്കെ. 60th question, for important traverse survey, the permissible angular error. Important traverse survey permissible angular error എത്രയാണെന്നാണ് question. 1 minute √10, 30 seconds √10, 15 seconds √10, 45 seconds √10. 60th question answer option C ആണ്, 15 second √10. For important traverse survey, the permissible angular error എന്ന് പറയുന്നത് 15 seconds √10 ആണ്. 61th question, line AB and BC intersect at B and angle B is measured by theodolite, then the deflection line of the BC is given by 180 degree minus angle B, 270 degree minus angle B, 90 plus angle B, 180 plus angle B. 61th question answer option A ആണ്, 180 degree minus angle B ആണ് deflection angle എന്ന് പറയുന്നത്. ഓക്കെ. 62nd question, if F is the total length of the objective and F1 is that of the eyepiece, then the magnifying power is given by F by F1, F1 by F, F into F1, none of these. 62nd question answer ഓപ്ഷൻ എ ആണ്, F divided by F1 എന്നതാണ് മാഗ്നിഫൈങ് പവറിൻ്റെ ഇക്വേഷൻ. എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവും F1 എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐപീസ് ആണ്. സോ മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു F divided by F1. 63rd question, the plane perpendicular to both horizontal and vertical plane is known as horizontal plane, picture plane, both A and B, none of these. 63rd question answer option D ആണ്. 64th question, a solid having 12 equal and regular pentagons is known as. A solid having 12 equal and regular pentagons is known as tetrahedron, octahedron, dodecahedron, icosahedron. 64th question answer option C ആണ്, dodecahedron ആണ്. 12 equal and regular pentagons ഉള്ളത് dodecahedron ആണ്. 65th question, the point of coning at which the conic cut its axis. The point of the conic at which the conic cut its axis is known as directrix, focus, ordinate, vertex. 65th question answer option D ആണ്, vertex ആണ്. The point of the conic at which the conic cut its axis is known as vertex. 66th question, minimum crushing strength of A grade brick. A grade brickൻ്റെ minimum crushing strength എത്രയാണ്? 3.5 to 5 Newton per mm square, 7 to 14 Newton per mm square, above 14 Newton per mm square, D, none of this. 66th question answer option B ആണ്, minimum crushing strength of A grade brick എന്ന് പറയുന്നത് 7 to 14 Newton per mm square ആണ്. 67th question, the first Indian cement factory was installed in. The first Indian cement factory was installed in കേരള, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്. 67th ആൻസർ ഓപ്ഷൻ ഡി ആണ്, തമിഴ്നാട്ടിലാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫാക്ടറി ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. 68th question, recommended slump of concrete for road construction. റോഡ് കൺസ്ട്രക്ഷൻ്റെ recommended slump of concrete എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 20 to 40 mm, 40 to 50 mm, 70 to 80 mm, 90 to 100 mm. 68th ആൻസർ ഓപ്ഷൻ എ ആണ്, 20 to 40 mm ആണ് റോഡ് കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന സ്ലംപ് എന്ന് പറയുന്നത്. 20 to 40 mm. 69th question, the lime which contains mainly calcium oxide and is capable of slaking with water. ലൈമിൽ മെയിനായിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവും ആൻഡ് ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സ്ലേക്കിംഗ് വിത്ത് വാട്ടർ. ഏത് ലൈമാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്യുക്ക് ലൈം, ഫാറ്റ് ലൈം, പുവർ ലൈം, ഹൈഡ്രോളിക് ലൈം. 69 ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യുക്ക് ലൈം ആണ് ഈസി ആയിട്ട് വാട്ടറായിട്ട് സ്ലേക്ക് ചെയ്യുക. കാൽഷ്യം ഓക്സൈഡ് ആണ് ഈ ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ വിൽ ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതിനാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. 17th question, corrosion resistance of stainless steel is due to the presence of. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് എന്ത് കാരണമാണ്? മാംഗനീസ്, ക്രോമിയം, കാർബൺ, നിക്കൽ. 70th ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രോമിയത്തിൻ്റെ പ്രസൻസ് കാരണമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊറോഷൻ റെസിസ്റ്റൻസ് ആയത്. 71th question, which one of the following is an example of primary memory of a computer? പ്രൈമറി മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ഏതാണ്? റാം, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്. 71 ആൻസർ ഓപ്ഷൻ എ ആണ്, റാം ആണ് പ്രൈമറി മെമ്മറി ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, റാം. 72, the extension of Word document extension .xlsx, .pptx, .jpeg, .docs. 72ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, .docs ആണ് വേർഡ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. .pptx എന്ന് പറയുന്നത് പവർ പോയിൻ്റ് ആണ്. .jpeg എന്ന് പറയുന്നത്
പിക്ചറിൻ്റെ എക്സ്റ്റൻഷനാണ്. .xlsx എന്ന് പറയുന്നത് എക്സൽ ഡോക്യുമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ്. 73 മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ISM സ്റ്റാൻഡ്സ് ഫോർ. മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയർ ISM എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സപ്ലൈ മാനേജ്മെൻറ്റ്, ഇംപ്ലിസിറ്റ് ഷേപ്പ് മോഡൽ, ഇൻ്റർനാഷണൽ സേഫ്റ്റി മാനേജ്മെൻറ്റ്, ഇൻ്റലിജൻസ് സ്ക്രിപ്റ്റ് മാനേജർ. 73യുടെ ആൻസർ ഓപ്ഷൻ D ആണ്. ഇൻ്റലിജൻസ് സ്ക്രിപ്റ്റ് മാനേജർ എന്നതാണ് ISMൻ്റെ ഫുൾ ഫോം. 74 ഷോർട്ട് കട്ട് യൂസ്ഡ് ഫോർ പേസ്റ്റ്. പേസ്റ്റ് എന്ന് പറയുന്ന കമാൻഡിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഏതാ? Ctrl+C, Ctrl+V, Ctrl+N, Ctrl+P. 74ൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്. Ctrl+V ആണ് പേസ്റ്റിന് ഉപയോഗിക്കുന്നത്. കോപ്പി ആണെങ്കിൽ Ctrl+C ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. 75 വാട്ട് ഈസ് ദ ഡിഫോൾട്ട് സൈസ് ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ് ബേസ്ഡ് ഓൺ നോർമൽ കമ്പ്യൂട്ടർ. ബേസ്ഡ് ഓൺ നോർമൽ കമ്പ്യൂട്ടർ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഡിഫോൾട്ട് സൈസ് എത്രയാണ്? 14 PT, 10 PT, 12 PT, 8 PT. 75ൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. 12 PT ആണ് ഒരു ഫോണ്ട് സൈസ് ഓഫ് ദി വേർഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നോർമലി. 76 1 KB എന്ന് പറയുന്നത് എത്ര? 1024 × 1024 ബൈറ്റ്സ്. ഓപ്ഷൻ B 1024 ബൈറ്റ്സ്, ഓപ്ഷൻ C 1024 MB, ഓപ്ഷൻ D 1024 ബിറ്റ്സ്. 1 KB എന്ന് പറയുന്നത് ഓപ്ഷൻ B 1024 ബൈറ്റിനെയാണ് നമ്മൾ 1 KB എന്ന് പറയുന്നത്. 1 KB is equal to 1024 ബൈറ്റ്. 77 a large capital letter at the beginning of a textbook that has the depth of 2 or more regular lines. A large capital letter at the beginning of a text block that has the depth of 2 or more regular lines is known as superscript, subscript, drop cap, capitalize. 77ൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്. ഡ്രോപ്പ് ക്യാപ്പ് എന്നാണ് അതിനെ പറയുന്നത്. ഡ്രോപ്പ് ക്യാപ്പ്. 78 സെൻഡ് എ സിമിലർ ലെറ്റർ ഓഫ് ഡോക്യുമെൻറ്റ് ടു മൾട്ടിപ്പിൾ റെസിപ്പിയൻസ്. ഡോക്യുമെൻറ്റ്, പേഴ്സണൽ ലെറ്റർ, ടെംപ്ലേറ്റ്, മെയിൽ മെർജ്. 78ൻ്റെ ആൻസർ ഓപ്ഷൻസ് D ആണ്. മെയിൽ മെർജ് എന്നാണ് അതിന് പറയുന്നത്. സെൻഡ് എ സിമിലർ ലെറ്റർ ഓർ എ ഡോക്യുമെൻറ്റ് ടു മൾട്ടിപ്പിൾ റെസിപ്പിയൻറ്റ് ഈസ് നോൺ ആസ് മെയിൽ മെർജ് എന്നാണ് അതിന് പറയുന്നത്. 79 a network of computers and other devices that is confined to a relatively small space is called. A network of computers and other devices that is confined to a relatively small space is called LAN, global network, WAN, peer-to-peer network. 79ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. LAN എന്നാണ് പറയുന്നത്. സ്മോൾ സ്പേസിലേക്ക് കൺഫൈൻ ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സോഫ്റ്റ്വെയർ അതർ ഡിവൈസസ് നമ്മൾ കൺഫൈൻ ടു സ്മോൾ സ്പേസ് ആണെങ്കിൽ അതിന് നമ്മൾ LAN എന്നാണ് പറയുന്നത്. 80th question ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ALU മെമ്മറി, CPU കൺട്രോൾ യൂണിറ്റ്. ഓപ്ഷൻ C CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ട്രേസർ എക്സാമിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.